ദ്വീപിലേക്കുള്ള ചരക്ക് ഗതാഗതത്തെയും സാരമായി. കപ്പൽ ജീവനക്കാരന്റെ മൃതദേഹത്തോട് അനാദരവ് 4 ദിവസം മുമ്പാണ് കപ്പൽ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. സ്ത്രീകളും കുട്ടികളും അടക്കം കോഴിക്കോട് മാത്രം 600ഓളം യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു. നഗരത്തിലെ കഴിഞ്ഞ് മടങ്ങുന്നവരും ഇതിൽപ്പെടും. രോഗികളായി പലരും ഡിസ്ചാർജ് ചെയ്ത് ദ്വീപിലേക്ക് പോകാൻ വന്നവരാണ്. ഞങ്ങളൊക്കെ തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുത്തു വന്നവരാണ്. പക്ഷേ ഞങ്ങൾ കയ്യിലെ കാത്തില്ല. കുട്ടികളുടെ കയ്യിൽ ഉച്ചക്ക് ഞങ്ങൾ കടമാക്കിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. സമരം അനിശ്ചിതമായി നീണ്ടതോടെ പലരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമായി. സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. സഹയാത്രികർ പിരിവെടുത്താണ് പലർക്കും ഭക്ഷണം നൽകുന്നത്. ദ്വീപിലേക്കുള്ള പച്ചക്കറി ഉൾപ്പെടെയുള്ള ചരക്കുകളും സമരം ശൂന്യമായി. സമരം തീർക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. കപ്പൽ സർവീസുകളുടെ നടത്തിപ്പുകാരായ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കൗൺസിൽ അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും യാത്രക്കാർക്ക് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. എന്റെ കൂടെയുള്ള പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ബന്ധപ്പെടലിൽ ഒരു ചർച്ച തയ്യാറാണെന്ന് പറഞ്ഞു. ചർച്ച പരാജയപ്പെട്ടതായിട്ടാണ് എനിക്കറിയാൻ. ലക്ഷദ്വീപിൽ നിന്ന് വൻകരയിലേക്കുള്ള രോഗികൾ അടക്കമുള്ള യാത്രക്കാരും സമരത്തെ തുടർന്ന് ദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കോഴിക്കോട്. മുസ്ലിം ലീഗിനെ